എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പുതിയ തുരങ്കങ്ങൾ, പുതിയ പാലങ്ങൾ, അതായത് ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് HSA നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ 2 വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentcala.com ഈ ഒരു റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ PSC എക്സാമുകളിലെ കറണ്ട് അഫയേഴ്സിന്റെ പ്രയോറിറ്റി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം 2024 ജനുവരി മുതൽ 2025 മെയ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി ടാലന്റ് ഒരു കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentcala.com ഈ ഒരു ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 2025-26 പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പരീക്ഷ നടക്കാനിരിക്കുന്നു, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അതായത് HSA എക്സാമിന്റെ ഒക്കെ എന്താണ് ഡേറ്റുകളൊക്കെ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ ബെബ്കോ LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇങ്ങനെ എക്സാമുകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം അല്ലെ. ഇത് എടുക്കാതെ എന്തായാലും ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 പാലങ്ങൾ എന്ത് ചെയ്തു, അടുത്തിടെ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്താണ്. എങ്കിലും എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്ത്യയിലെ പുതിയ പാലങ്ങളെ പറ്റിയും തുരങ്കങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? ചെനാബ് പാലത്തെ പറ്റി. എന്താണ്? ചെനാബ് പാലത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ഇനാഗുറേറ്റ് ചെയ്ത തീയതി എന്നാണെന്ന് നോക്കാം. അത് 2025 ആണ്. 2025 ജൂൺ മാസം 6-ാം തീയതി 2025 ജൂൺ 6-നാണ് നരേന്ദ്രമോദി ഈ പറയുന്ന ചെനാബ് പാലം എന്ത് ചെയ്ത ഉദ്ഘാടനം ചെയ്തത്. അതായത് ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചെനാബ് പാലവും. ഇനി നമ്മൾ പറയാൻ പോകുന്ന അഞ്ചീഘട്ട് പാലവും. അപ്പോൾ ഓൾറെഡി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തതാണ്. അത് കണ്ടവർക്ക് ഇത് ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇനി ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ്. എത്രയാണ് ഉയരം? നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പാലം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രത്യേകത നോട്ട് ചെയ്യാം. അതായത് ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലമാണ് എന്തെന്ന് പറയുന്നത്, ചെനാബ് പാലം. അപ്പൊ ഇതാണ് ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധിക ഉയരമുള്ള പാലമാണ് ചെനാബ് പാലം. പക്ഷേ ചെനാബ് പാലത്തിന്റെ ശരിക്കുള്ള പ്രത്യേകത ഇതല്ല. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ്, റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ്, റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെനാബ് പാലമാണ്. ഇനി ഏത് നദിക്ക് കുറുകെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ചെനാബ് നദിക്ക് കുറുകെയാണ്. അത് പ്രത്യേകിച്ച് പറയണ്ട അല്ലെ. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ഒരു പാലത്തിന്റെ ഡിസൈനിങ് ഉൾപ്പെടെയുള്ള എന്താണ് കാര്യങ്ങൾക്കായിട്ട്, അതായത് ഈ ഒരു ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട മെജോറിറ്റി വർക്കുകൾക്കും യൂസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ടെക്ല. ടെക്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ ജസ്റ്റ് ഈ ഒരു ടെക്ല എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കും. ഇനി ഇതിന്റെ ആകെ നീളമാണ് അത് 1315 മീറ്റർ. ആകെ നീളം എത്രയാണ്? 1315 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പാലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ്, അത് അഞ്ചീഘട്ട് പാലമാണ്. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു എന്താണ്, ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള പാലങ്ങളാണ് എന്തൊക്കെയെന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ അഞ്ചീഘട്ട് പാലവും അതുപോലെ തന്നെ ചെനാബ് പാലം. ഈ അഞ്ചീഘട്ട് പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ആണ് എന്തെന്ന് പറയുന്നത്, അഞ്ചീഘട്ട് പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അഞ്ചീഘട്ട് പാലം. ഇത് ഏത് നദിക്ക് കുറുകെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചി നദിക്ക് കുറുകെ. ഇതിലേക്ക് കുറുകെയാണ്, അഞ്ചി നദിക്ക് കുറുകെയാണ്. ഈ അഞ്ചി എന്ന് പറയുന്നത് ചെനാബ് നദിയുടെ പോഷക നദിയാണ് അല്ലെ. അതായത് അഞ്ചി നദി എന്ന് പറയുന്നത് ചെനാബ് നദിയുടെ പോഷക നദിയാണ്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കാം. ഇനി നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരമാണ്. എന്താണ്, നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഇനാഗുറേഷൻ എന്നായിരുന്നു, സെയിം ഡേറ്റ് അല്ലെ, അതായത് ജൂൺ 6 തന്നെയാണ്. ജൂൺ 6 തന്നെയാണ് ഇതിന്റെ ഇനാഗുറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് അല്ലെ. അപ്പോൾ നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഓർക്കുക.
ഇനി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ റിയാസി ജില്ലയിൽ. ഏതാണ്? റിയാസി ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ഓർക്കുക. ഇനി അതിനൊപ്പം തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 473 മീറ്റർ ആണ്. എത്രയാണ്? 473 മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട്, പ്രത്യേകിച്ച് നീളം ഒന്ന് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിനൊപ്പം ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ രണ്ട് പാലങ്ങളുടെയും നിർമ്മാണ ഏജൻസി അതുപോലെ തന്നെ രൂപകൽപ്പന കൺസൾട്ടൻസി എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. പക്ഷേ ഈ പാലങ്ങൾ ഏത് റെയിൽവേക്ക് കീഴിലാണ്? നോർത്തേൺ റെയിൽവേക്ക് കീഴിലാണ് ഈ പാലങ്ങൾ വരുന്നത്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ കൊങ്കൺ റെയിൽവേ ഈ ഒരു പാലങ്ങളുടെ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറന്നു പോകാനായിട്ട് പാടില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ ടണലിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ രണ്ട് പാലങ്ങൾ കഴിഞ്ഞു, ഇനി ഒരു ടണലിനെ പറ്റി പറയാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും ഇത് നിർമ്മാണത്തിൽ ഇരിക്കുകയാണ്. എങ്കിൽ പോലും എന്താണ് വളരെയധികം പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ടണലാണ് എന്തെന്ന് പറയുന്നത്? ജനാസു ടണൽ, ജനാസു തുരങ്കം എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച റെയിൽവേ വിജയകരമായി നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണമാണ് എന്തെന്ന് പറയുന്നത്? ജനാസു തുരങ്കം. അതായത് പ്രകൃതിക്ക് ആഘാതങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിൽ മെഷീൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? തുരങ്കങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് റെയിൽവേ വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണമാണ് എന്തെന്ന് പറയുന്നത്? ജനാസു തുരങ്കം. ഇനി ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഋഷികേശ് കർണപ്രയാഗ് പദ്ധതിയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ജനാസുവിനെയും ദേവപ്രയാഗിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തുരങ്കം നിർമ്മിക്കുന്നത്. സോ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാസുവിനെയും ദേവപ്രയാഗിനെയുമാണ് എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. ഇത് ഏത് പ്രോജക്റ്റിന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ഋഷികേശ് കർണപ്രയാഗ് പദ്ധതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടണല് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 14.5 കിലോമീറ്റർ. എത്രയാണ്? 14.5 കിലോമീറ്റർ നീളമുള്ള ഒരു ഇരട്ട തുരങ്കമാണ് ജനാസു തുരങ്കം എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു തുരങ്കം നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായിട്ട് എന്ത് മാറും? ഈ പറയുന്ന ജനാസു തുരങ്കം മാറും. സോ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് കണക്കാക്കി വെച്ചേക്കുക. അതിന്റെ ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡെയിലി കണ്ടവേഴ്സിലൊക്കെ ചർച്ച ചെയ്യും. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് റെയിൽവേ വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണമാണ് എന്തെന്ന് പറയുന്നത്? ജനാസു തുരങ്കം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു തുരങ്കത്തെ പറ്റിയാണ്. അതായത് സോനാമാർഗ് തുരങ്കം അല്ലെങ്കിൽ ഇസഡ് മോർ തുരങ്കം എന്ന് പറയുന്ന തുരങ്കം. അപ്പോൾ ഈ തുരങ്കത്തിന്റെ ഇനാഗുറേഷൻ ഡേറ്റ് നമുക്ക് ആദ്യമേ നോക്കാം. അതായത് ജനുവരി 14, 2025 ജനുവരി 14 ഈ ഒരു ടണലിന്റെ എന്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഒരു സോനാമാർഗ് ടണല് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനഗർ സോനാമാർഗ്. ഇവിടെ ശ്രീനഗറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിക്കാനാണ് ഈ ഒരു സോനാമാർഗ് ടണൽ അല്ലെങ്കിൽ ഇസഡ് മോർ ടണൽ എന്ത് ചെയ്ത നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ടണൽസ് അല്ലെങ്കിൽ പാലങ്ങളൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ അതുപോലെ തന്നെ എന്താണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അതായത് അവിടുത്തെ റോഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഗതാഗത മേഖലയെ എന്ത് ചെയ്യുക? കുറച്ച് സ്ട്രോങ് ആക്കുക. അതുവഴി സൈനിക നീക്കം എന്ത് ചെയ്യുക? വളരെ അതും സ്ട്രോങ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ടണലുകളും പാലങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ അഞ്ചിഘട്ട് പാലം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെനാബ് പാലം ആയിക്കോട്ടെ, ഇതൊക്കെ നിർമ്മിക്കുന്നതിലൂടെ ശ്രീനഗറുമായിട്ടുള്ള അല്ലെങ്കിൽ ജമ്മു കാശ്മീരുമായിട്ട് ഉള്ളൊരു കണക്ടിവിറ്റി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടണൽസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റെയിൽവേ പാലങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സമയം, അതായത് ഗതാഗതത്തിന് വേണ്ട സമയം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ അതിലൂടെ ചരക്ക് നീക്കങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് ഗതാഗത മാർഗങ്ങളായാലും എന്ത് ചെയ്യുന്നു? കൂടുതൽ ഫലവത്താവുന്നു എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അത്തരത്തിലാണ് ഈ ഒരു സോനാമാർഗ് തുരങ്കവും എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്നിട്ടുള്ളത്, ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ജനുവരി 14, 2025 ശ്രീനഗറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിക്കുന്നു. അതായത് ഏത് കാലാവസ്ഥയിലും എന്ത് ചെയ്യുക? കണക്ടിവിറ്റി നൽകുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി 12 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഒരു തുരങ്കത്തിനുള്ളത്. അതായത് ടോട്ടൽ ദൈർഘ്യമാണ് 12. ഇതിന്റെ മേജർ തുരങ്കത്തിന്റെ നീളം എന്ന് പറയുന്നത് 6.4 കിലോമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 12. അതിൽ മെയിൻ തുരങ്കത്തിന്റെ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് 6.4 ആണ്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഉയരം, അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8650 അടി ഉയരത്തിലാണ് ഈ ഒരു ടണൽ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടണലാണ്. നമ്മൾ പറഞ്ഞു 12 കിലോമീറ്റർ ദൈർഘ്യമാണ് മൊത്തം. അതിലെ മെയിൻ ടണലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 6.4 കിലോമീറ്റർ ആണ്. ഉദ്ഘാടകൻ നരേന്ദ്രമോദിയാണ്. ജനുവരി 14 എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്തത് റീസെന്റ് ആയിട്ട് എക്സാം എഴുതിയവർക്ക് മനസ്സിലാവും അല്ലെ. ഇപ്പോ എക്സാമിന് ചോദിച്ചൊരു കാര്യമാണ്, അതായത് പുതിയ പാമ്പൻ പാലത്തെ പറ്റി. നമുക്കറിയാം പുതിയ പാമ്പൻ പാലത്തിന്റെ ഇനാഗുറേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? കഴിഞ്ഞിരിക്കുകയാണ്.
ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇനാഗുറേറ്റ് ചെയ്ത ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ് അത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ 6-നാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് പഠിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ലെങ്ത് ഒക്കെ പഠിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഈ ഒരു പുതിയ പാമ്പൻ പാലവുമായിട്ട് ബന്ധപ്പെട്ട PSC ചോദിച്ച ചോദ്യം. കാരണം അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ്, ഇതിന്റെ ലെങ്ത്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇനി പുതുതായിട്ട് വരുന്നൊരു പാലമായിക്കോട്ടെ ടണലായിക്കോട്ടെ ലെങ്ത് പഠിക്കുക, അതിൻ്റെതാണ് ഇനാഗുറേഷൻ ഡേറ്റ് കൂടി ഒന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി, ഡേറ്റ് എന്താണ് 2025 ഏപ്രിൽ 6, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.07 കിലോമീറ്റർ എന്നാണ്, 2.07 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ശരിക്കുള്ള പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പുതിയ പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു പുതിയ പാമ്പൻ പാലമാണ്. അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാലത്തിലൂടെ ഓടിയ ആദ്യത്തെ ട്രെയിൻ ഏതാണ്? അത് രാമേശ്വരം താമ്പരം എക്സ്പ്രസ് ആണ്. സോ അതുകൂടി വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിന് പുറമെ തന്നെ എന്തായാലും ഈ ഒരു പുതിയ പാമ്പൻ പാലം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് തമിഴ്നാട്ടിൽ മറ്റൊരു പാലം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ കടലിന് മുകളിലൂടെയുള്ള ആദ്യത്തെ കണ്ണാടി പാലം എവിടെയാണ്? അത് കന്യാകുമാരിയിലാണ്. സോ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട തുരങ്കമാണ്, അതായത് സെലാ ടണൽ. എന്താണ് സെലാ ടണൽ? അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈ ലൈൻ റോഡ് ടണലാണ് എന്തെന്ന് പറയുന്നത് സെലാ ടണൽ. അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈ ലൈൻ റോഡ് ടണലാണ് എന്തെന്ന് പറയുന്നത് സെലാ ടണൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച തീയതി എന്ന് പറയുന്നത് 2024 മാർച്ച് 9 എന്നാണ്. 2024 മാർച്ച് 9-നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെലാ ടണലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടണൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? അത് തേസ്പൂരിനെ തവാങ്ങുമായിട്ട്. അപ്പോൾ തേസ്പൂർ എന്ന് പറയുന്നത് എവിടെയാണ്? അസമിലാണ്. എവിടെയാണ്? അസമിലാണ് തേസ്പൂർ എന്ന് പറയുന്നത്. തവാങ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അരുണാചലിലാണ്. അപ്പോൾ തേസ്പൂരിനെ തവാങ്ങുമായിട്ട് ബന്ധിപ്പിക്കുന്ന ടണലാണ് എന്തെന്ന് പറയുന്നത് സെലാ ടണൽ. അതായത് തവാങ്ങിൽ ഏത് കാലാവസ്ഥയിലും എന്ത് ചെയ്യുക, റോഡ് കണക്ടിവിറ്റി നൽകുക എന്നുള്ളതാണ് ഈ ഒരു ടണലിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നരേന്ദ്രമോദിയാണ്. അദ്ദേഹം വെർച്വൽ ഫോർമാറ്റിലാണ് എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. ഇനി അതിന് പുറമെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എന്താണ് ബൈ ലൈൻ റോഡ് ടണലാണ് എന്തെന്ന് പറയുന്നത് സെലാ ടണൽ. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പാലത്തെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ്? അത് സുദർശൻ സേതു. ഏതാണ്? സുദർശൻ സേതു ആണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 2.32 2.32 കിലോമീറ്റർ ആണ്. ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ്. അതായത് ഫെബ്രുവരി 25 2024 ഫെബ്രുവരി 25-നാണ് നരേന്ദ്രമോദി സുദർശൻ സേതുവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിന്റെ എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് 2.32 കിലോമീറ്റർ ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമാണ് സുദർശൻ സേതു എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അത് ഒഖയെയും ബേത്ത് ദ്വാരകയുമാണ് എന്ത് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത്. അതായത് ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഈ ഒരു ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ടും തീർത്ഥാടകരുടെ എന്താണ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോ ഒഖയെയും ബേത്ത് ദ്വാരകയും എന്ത് ചെയ്യുന്നു, ഇത് ബന്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഡിസ്റ്റൻസ് പറഞ്ഞു 2.32 ആണ്. ഇതിന്റെ പേര് സുദർശൻ സേതു ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സുദർശൻ സേതു. അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ട്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? അപ്പൊ അതിനു മുൻപ് എന്താണ് ഈ പറയുന്ന നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ മെട്രോയുടെ പുതിയ പേരാണിത്. അപ്പൊ എന്താണ് വന്ദേ മെട്രോയുടെ പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത് നമോ ഭാരത റാപ്പിഡ് റെയിൽ. അപ്പൊ അത് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുജിനെയും അഹമ്മദാബാദിനെയുമാണ്. ഇത് രണ്ടും ഗുജറാത്തിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോയെ പറ്റിയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ
മെട്രോ നിലവിൽ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ എവിടെയാണ്? അത് കൊച്ചിയിലാണ്. അത് തിരിഞ്ഞു പോകാൻ ഓർത്ത് വയ്ക്കുക. അണ്ടർ വാട്ടർ മെട്രോ ആണെങ്കിൽ കൊൽക്കത്തയാണ്, വാട്ടർ മെട്രോ ആണെങ്കിൽ എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ ഈ ഒരു അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഹൂഗ്ലി. ഏതാണ്? ഹൂഗ്ലി നദിയിലാണ്. സോ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക. അതായത് ഇന്ത്യയിലെ ഒരു പ്രധാന നദിയിൽ നിലവിൽ വന്ന ആദ്യത്തെ എന്താണ് ഗതാഗത തുരങ്കമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലെന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? മുംബൈ, അഹമ്മദാബാദ്. എവിടെയൊക്കെയാണ്? മുംബൈ, അഹമ്മദാബാദ് എന്നീ സ്ഥലങ്ങളെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഈ ഒരു പ്രോജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഏത് രാജ്യമാണ്? അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൽ ഇന്ത്യയെ സഹായിക്കുന്നത് ഏത് രാജ്യമാണ്? ജപ്പാനിലാണ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഈ അടുത്തിടയ്ക്ക് ജപ്പാനിൽ എന്ത് ചെയ്തു? ഇതിന്റെ പരീക്ഷണോട്ടമൊക്കെ നടത്തുകയുണ്ടായി. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും അഹമ്മദാബാദിനെയുമാണ്. ഇനി ഇതിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? ലക്നൌവിനും മുംബൈക്കും. ഏതൊക്കെ? ലക്നൌവിനും മുംബൈക്കും ഇടയിലാണ്. സോ ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ 2024-25 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ ഇന്ത്യയിലെ പുതിയ പാലങ്ങൾ, തുരങ്കങ്ങൾ, ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.